നമസ്കാരം. സുഭാഷിതം. രാജവത് പഞ്ചവർഷാണി ദശവർഷാണി ദാസവത് പ്രാപ്തേ ഷോഡശവർഷേ തു പുത്രം മിത്രവദാചരേത്. ഇവിടെ പുത്രന്മാരെ എങ്ങനെ നോക്കണം, എങ്ങനെ കാണണം എന്നുള്ള ഒരു വിഷയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു 5 വയസ്സ് വരെ രാജാവിനെ പോലെ നമ്മൾ കുഞ്ഞുങ്ങളെ, മക്കളെ സൂക്ഷിക്കണം, മക്കളെ കൊണ്ടു നടക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. രാജാവിനെ സേവിക്കുകയാണല്ലോ. എന്നാലോ 15 വയസ്സ് വരെ ഭൃത്യനെ പോലെ അവ വിഷയങ്ങളെല്ലാം പഠിപ്പിക്കുകയും, ഒരു വേലക്കാരനെ പ്രമാണമാണോ വേലക്കാരൻ, ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് സ്വയം പ്രാപ്തിയിലേക്ക് ഒരു പ്രാപ്തനാക്കുന്ന ഉത്തരവാദിത്വമാണ്. 15 കഴിഞ്ഞ് 16 കഴിഞ്ഞാൽ മിത്രത്തെ പോലെ താനോളമായ താനെന്ന് കരുതണം എന്ന, തന്നോളമായ താനെന്ന് കരുതണം എന്ന ഒരു ചൊല്ലുണ്ട്. അപ്പോൾ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ സ്വന്തം കൂട്ടുകാരെ പോലെ സ്നേഹിച്ച് സഹകരിച്ച് വേണം മുമ്പോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ആ ബന്ധം ദൃഢമായ ഒരു ബന്ധമായിരിക്കും. ഒന്ന്. രണ്ടാമത്, ആ ബന്ധത്തിന് സ്നേഹമുണ്ടാകും, ആ ബന്ധത്തിന് ബഹുമാനമുണ്ടാകും, ആ ബന്ധത്തിന് ഊഷ്മളത ഉണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് 5 വയസ്സ് വരെ എങ്ങനെയാണ്, 15 വയസ്സ് വരെ എങ്ങനെയാണ്, തന്നെയുമല്ല 16 കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു പിതാവ് പുത്രനോടും അല്ലെങ്കിൽ മാതാവ് പുത്രിയോടും മക്കളോട് അച്ഛനമ്മമാരെങ്ങനെ പെരുമാറണമെന്ന് സൂചിപ്പിക്കുന്ന ഒരു സുഭാഷിതമാണ് ഇവിടെ ഈ സമയത്ത് പറഞ്ഞത്. 5 വയസ്സിൽ, 10 വയസ്സിൽ, 15, 16 വയസ്സിൽ എന്നുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമസ്തേ.